രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് JSW ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇന്ന് JSW ഇൻഫ്ര 8% ഉയർന്ന് 334 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 68,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60.27, ഡിവിഡൻഡ് ഈൽഡ് 0.16%, 52 വീക്ക് ഹൈ 360, 52 വീക്ക് ലോ 142. ഇയർ ടിൽ ഡേറ്റിൽ JSW ഇൻഫ്ര 58% റിട്ടേൺ ആണ് നൽകിയത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 35% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു. JSW ഇൻഫ്രയ്ക്ക് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 375 രൂപയുടെ ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം കമ്പനി നടത്തുന്ന അക്വിസിഷനും എക്സ്പാൻഷനും വരും സമയങ്ങളിൽ കമ്പനിയുടെ എബിറ്റ ഇംപ്രൂവ് ചെയ്യുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും. 2024-30 വർഷത്തിൽ 6% CAGR കൂടിയുള്ള ഗ്രോത്താണ് JSW ഇൻഫ്രയിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂലി ലിസ്റ്റഡായ JSW ഇൻഫ്ര അതിൻ്റെ പോർട്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 2.4 ടൈംസ് വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു. 170 മില്യൺ ടണ്ണിൽ നിന്നും 400 മില്യൺ ടണ്ണിലേക്ക് 2030 പോർട്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉയർത്താനാണ് ശ്രമിക്കുന്നത്. കൂടാതെ നൗക്കർ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ അക്വിസിഷനും നടത്തിയിട്ടുണ്ട്. JSW ഇൻഫ്രയിൽ 9 അനലിസ്റ്റുകളിൽ 6 അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗും 3 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു. സ്റ്റോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്ന ഡൗൺവേർഡ് ട്രെൻഡിനെ മറികടന്നുകൊണ്ട് ഇന്ന് നമ്മൾക്ക് സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 380, 360 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ 360 നിന്നും കറക്റ്റായ സ്റ്റോക്കിന് 305 രൂപയ്ക്കടുത്ത് സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് 300 രൂപയ്ക്കടുത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ അപ്ഡേറ്റ് NBCCയുമായി ബന്ധപ്പെട്ടതാണ്. NBCC ഇന്ന് 0.8% ഉയർന്ന് 177 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 32,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 73, 52 വീക്ക് ഹൈ 198, 52 വീക്ക് ലോ 49. NBCC ബോണസ് ഇഷ്യൂ പരിഗണിക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് 31 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. NBCC എന്ന സ്റ്റോക്കും മൾട്ടി ബാഗർ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 261% റിട്ടേണും 2024 മാത്രം 117% റിട്ടേണും നൽകി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് സ്റ്റോക്ക് 425% റിട്ടേണും കഴിഞ്ഞ 2 വർഷം കൊണ്ട് സ്റ്റോക്ക് 425% റിട്ടേൺ നൽകി. കൂടാതെ ഈ കമ്പനി റീസെൻ്റ്ലി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 6 63 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി, അതായത് ആഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ ശ്രീനഗർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും NBCC എന്ന കമ്പനിക്ക് 15,000 കോടി രൂപയുടെ സാറ്റലൈറ്റ് ടൗൺഷിപ്പ് സ്പ്രെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും ലഭിച്ചിട്ടുണ്ട്. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ NBCC എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. 180 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 190, 195 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 165 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്